ഹായ് കുട്ടികളെ, നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ നിങ്ങളുടെ മലയാളം ടീച്ചറാണ്. എൻ്റെ പേര് ബിന്ദുലത. ഇന്ന് നിങ്ങൾക്ക് ഒരു പുതിയ കവിതയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വള്ളത്തോൾ നാരായണ മേനോൻ്റെ തറവാട്ടമ്മ എന്ന കവിതയാണത്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് കവിതകളുടെ സമാഹാരമായ സാഹിത്യമഞ്ജരിയിൽ നിന്നുമാണ് തറവാട്ടമ്മ എന്ന കവിത നിങ്ങൾക്കായി എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വള്ളത്തോൾ നാരായണ മേനോനെ പരിചയപ്പെടണ്ടേ? അതിനുവേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം ഞാൻ നിങ്ങൾക്കിതിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് വള്ളത്തോൾ നാരായണ മേനോനെയാണ്. അദ്ദേഹത്തിൻ്റെ കവിതയാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. മലയാളത്തിലെ തന്നെ പ്രസിദ്ധനായ ഒരു കവിയായിരുന്നു വള്ളത്തോൾ നാരായണ മേനോൻ. ആധുനിക മലയാള കവിത്രയങ്ങളിൽ 3 കവികളിൽ ഒരാളായിരുന്നു വള്ളത്തോൾ. മറ്റു 2 പേരാണ് ആശാനും ഉള്ളൂരും. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം. 1878 തിരൂരിലായിരുന്നു വള്ളത്തോൾ നാരായണ മേനോൻ ജനിച്ചത്. 1958 അദ്ദേഹം നമ്മോട് വിട പറയുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കവിതകൾക്കൊക്കെ പരമോന്നത ബഹുമതിയായ പത്മഭൂഷൺ വരെ അദ്ദേഹത്തിന് നൽകി ആദരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കവിതകൾ അത്രമാത്രം മഹത്തരവും മനോഹരവുമായിരുന്നു. അതിലൂടെ അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നതെല്ലാം ദേശസ്നേഹത്തെക്കുറിച്ചും മലയാള ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ചുമായിരുന്നു. ഈ കവിതയും നിങ്ങളോട് പറയുന്നത് കുഞ്ഞു മക്കളായ നിങ്ങൾക്ക് മലയാള ഭാഷയുടെ പ്രാധാന്യം എന്താണ് എന്നറിയാൻ വേണ്ടി, മലയാള ഭാഷയെ മറക്കാതിരിക്കാൻ വേണ്ടി ആണ് അദ്ദേഹം നിങ്ങളോട് ഈ കവിതയിലൂടെ ഉപദേശിക്കുന്നത്. ഈ കവിത അദ്ദേഹം നേരിട്ട് പറയുന്നതായിട്ടല്ല, പകരം മറുനാട്ടിൽ സ്വന്തം വീട്ടിൽ ഭക്ഷണത്തിന് വേറെ ഒരു വഴിയുമില്ലാതെ വന്നപ്പോൾ ജോലിക്ക് പോയ ഒരച്ഛൻ, അദ്ദേഹം തൻ്റെ കുടുംബസമേതമാണ് വിദേശത്ത് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ മക്കളൊന്നും തന്നെ മലയാളത്തിൽ അത്ര പ്രാവീണ്യരാവാൻ, അതായത് മലയാളത്തിൽ അത്ര പ്രബുദ്ധരായിത്തീരാൻ, നന്നായിട്ട് മലയാളം പറയാൻ അവർക്ക് കഴിയണമെന്നില്ല. അത് മനസ്സിലാക്കിയ ആ അച്ഛൻ തൻ്റെ ചെറിയ കുഞ്ഞിനോട്, പാല് കുടിക്കുന്ന തൻ്റെ കുഞ്ഞിനോട് മടിയിലിരുത്തി പറയുന്നതായിട്ടാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. തൻ്റെ കുട്ടിക്ക് താൻ പറയുന്നതെല്ലാം മനസ്സിലാവുമെന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അതുപോലും അദ്ദേഹം ചിന്തിച്ചിട്ടില്ല. അതിനേക്കാളുപരി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മലയാള ഭാഷ അതിനെ മിസ് ചെയ്യുന്നതായിരുന്നു. ആ മലയാള ഭാഷയോടുള്ള ഇഷ്ടമാണ് അദ്ദേഹം ഈ കവിതയിലൂടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നത്. ആ കുട്ടിയോട് അച്ഛൻ പറയുന്നതിലൂടെ കവി നമ്മളോടാണ് പറയുന്നത്. എന്ന് പറഞ്ഞ് മലയാള ഭാഷ മാത്രം മതി, നാളെ മുതൽ ഞങ്ങളാരും ഇംഗ്ലീഷ് പഠിക്കില്ലെന്നൊന്നും ആരും പറഞ്ഞേക്കരുത്. നമ്മുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ആ അച്ഛൻ പറഞ്ഞതുപോലെ ചിലപ്പോൾ അന്യഭാഷയെ നമുക്ക് സ്നേഹിക്കേണ്ടി വന്നേക്കാം. പക്ഷേ എന്നാലും എവിടെയൊക്കെ പോയാലും നമ്മളും നമ്മുടെ മക്കളും വരും തലമുറകളുമൊക്കെ മലയാള ഭാഷ വൃത്തിയായിട്ട് എഴുതാനും വായിക്കാനും പറയാനും, ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചതുകൊണ്ട് മലയാളം അറിയില്ല എന്ന് പറയുന്ന ഒരു ഗതി വരാതിരിക്കണം എന്നാണ് അദ്ദേഹം ഈ കവിതയിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അപ്പം നമുക്ക് ആ കവിത ഒന്ന് കേട്ടു നോക്കാം. അമ്മിഞ്ഞ പാലോലം ചോരിവാ കൊണ്ടാദ്യം അമ്മയെ തന്നെ വിളിച്ച കുഞ്ഞേ, മറ്റൊരു മാതാവു കൂടിയുണ്ടെൻ മകൻ നൂറ്റ വാത്സല്യമോ ഡോമനിപ്പാൻ. അദ്ദേഹം ഈ കവിതയിലൂടെ നിങ്ങളോട് പറയുന്നത് അമ്മിഞ്ഞപ്പാലിൻ്റെ മാധുര്യം പോലും വായിൽ നിന്നു മാറാതെ ആദ്യം തന്നെ അമ്മിഞ്ഞപ്പാലിൻ്റെ മധുരമൂറുന്ന വാ കൊണ്ട് അമ്മയെ വിളിച്ച കുഞ്ഞു വാവയോട് പറയുകയാണ്, മോന് അമ്മ മാത്രമല്ല, അമ്മിഞ്ഞപ്പാൽ തരുന്ന അമ്മ മാത്രമല്ല, മോനെ പ്രസവിച്ച അമ്മ മാത്രമല്ല, മറ്റൊരു മാതാവ് കൂടിയുണ്ട്, നല്ല വാത്സല്യം നൽകി സ്നേഹം നൽകി ഓമനിക്കാൻ. അതാരാണ്? നമുക്ക് നോക്കാം. തന്മടിത്തട്ടിലിരിക്കും കിടാവിൻ്റെ, തൻ്റെ മടിത്തട്ടിൽ, തൻ്റെ മടിയിലിരിക്കുന്ന കിടാവ് കുഞ്ഞിൻ്റെ കമ്രമാം കൂന്തലിൽ കൈ നടത്തി, മനോഹരമായ കൂന്തൽ മുടി
കമ്രം മനോഹരം, കൂന്തൽ മുടി. മനോഹരമായ മുടിയിലൂടെ കൈയോടിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, എന്താ? ചെമ്മലർ ചുണ്ടത്തും പിഞ്ചു കവിളത്തും ഉമ്മ വെച്ചച്ഛൻ തുടർന്നു ചൊല്ലി. മറ്റൊരു മാതാവ് കൂടി ഉണ്ട് കുഞ്ഞെ നിന്നെ ഓമനിക്കാൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? തൻ്റെ മടിത്തട്ടിലിരിക്കുന്ന കുഞ്ഞിൻ്റെ മനോഹരമായ മുടിയിലൊക്കെ ഇങ്ങനെ കൈവിരലോടിച്ചുകൊണ്ട്. പിന്നീടോ ചുവന്ന പൂ പോലെയുള്ള ചെമ്മലർ പോലെയുള്ള മനോഹരമായ ഇതളുപോലെ വളരെ നൈർമല്യമുള്ള നേർമയുള്ള ചുണ്ടത്ത് ഉമ്മ കൊടുത്തുകൊണ്ട്, പിഞ്ച് കവിളത്ത് കുഞ്ഞു വാവയുടെ കുഞ്ഞ് കവിളത്ത് ഉമ്മ കൊടുത്തുകൊണ്ടോ അച്ഛൻ വീണ്ടും ചൊല്ലുകയാണ്, എന്താണ്? ഈ അമ്മ നാൾ തോറും ലാളിച്ചു നിന്മണി വായിലൊഴുക്കുന്നു പാലും തേനും. ഈ അമ്മ എന്ന് പറയുന്നത് ആരെയാണ്? പ്രസവിച്ച് നമ്മളെ വളർത്തിയ ഈ അമ്മ എല്ലാ ദിവസവും നിൻ്റെ കുഞ്ഞു വായിലേക്ക് എന്താണ് നൽകുന്നത്? മനോഹരമായ വായിലേക്ക് എന്താണ് തരുന്നത്? പാലും തേനും എന്നും ഒഴുക്കിക്കൊണ്ടിരിക്കും. അമ്മയ്ക്കും മക്കൾക്ക് എന്ത് കൊടുത്താലും മതിയാവില്ല. നമ്മുടെയൊക്കെ ഉമ്മമാരറിയില്ലേ, രാവിലെ സ്കൂളിലേക്കൊക്കെ വരുമ്പോഴും നമ്മൾ തിരിച്ച് ചെല്ലുമ്പോഴും ഒക്കെ അവർക്ക് വെപ്രാളമാണ്. നമ്മൾ എത്ര കഴിച്ചാലും അവർക്ക് മതിയാവുന്നില്ല. അതുപോലെ തന്നെ പ്രസവിച്ച അമ്മ എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണവും പാലും തേനും നല്ലതെല്ലാം നൽകിക്കൊണ്ടേയിരിക്കും. അതുപോലെ രണ്ടാമത്തെ അമ്മ ആരാണ്? നിജ ഭാഷയാം അമ്മയോ. ആ നിജഭാഷ എന്താണ്? നിജഭാഷ നിൻ്റെ ഭാഷ. നിൻ്റെ ഭാഷ ഏതാണ്? നമ്മളെ മാതൃരാജ്യത്തിൻ്റെ ഭാഷ, കേരളത്തിൻ്റെ മലയാള ഭാഷ. ആ നിജഭാഷയാം അമ്മയോ. ആ മലയാള ഭാഷയാകുന്ന അമ്മ നിനക്ക് എന്താണ് നൽകുന്നത്? മാധുര്യമാർന്ന സൂക്തങ്ങളെ തൂകിടുന്നു. ആ നിജഭാഷയാം അമ്മയോ മാധുര്യമാർന്ന സൂക്തങ്ങളെ തൂകിടുന്നു. ആ മനോഹരമായ നിൻ്റെ ഭാഷ, മലയാള ഭാഷയായ അമ്മ നിനക്ക് നൽകുന്നത് വളരെ മധുരമൂറുന്ന കുറേ വാക്കുകളാണ്, നല്ല കുറേ വാക്കുകളാണ് നിനക്ക് നൽകിക്കൊണ്ടേയിരിക്കുന്നത്. എത്ര വിദേശ ഭാഷാഭിജ്ഞാനാകിലും. പിന്നീട് അദ്ദേഹം എന്താണ് കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കുന്നത്? എത്ര വിദേശ ഭാഷയിൽ അഭിജ്ഞനായാലും. ഏതാണ് ഈ വിദേശ ഭാഷ? അറബിയും ഇംഗ്ലീഷും ഒക്കെ വിദേശ ഭാഷകളാണ്. ഈ വിദേശ ഭാഷയിൽ എത്രമാത്രം അഭിജ്ഞാനമുള്ളവൻ, എത്രമാത്രം പരിജ്ഞാനമുള്ളവൻ, അറിവുള്ളവനായാലും മർത്യനു തൻ ഭാഷയൊന്നുകൊണ്ടേ. മർത്യൻ മനുഷ്യനായ നമുക്ക് സ്വന്തം ഭാഷ, പ്രസവിച്ച് വീഴുന്ന സ്ഥലത്തെ അമ്മയുടെ ഭാഷ ഏതാണോ അതുകൊണ്ടേ ശക്തിയുണ്ടായി വരൂ ശക്തിമത്താക്കിയ ഹൃദ്വികാരത്തെ വെളിപ്പെടുത്താൻ. നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് വരുന്ന ചില വികാരങ്ങളെ വെളിപ്പെടുത്താൻ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഈ അടുത്ത് നമുക്ക് 2 ദിവസം മുമ്പ് ഇവിടെ ഒരു വിമാന അപകടം നടന്നു. നമ്മുടെ സ്വന്തം നാട് കരിപ്പൂര്. ആ വിമാന അപകടത്തിൽ ഒരുപാട് അമ്മമാർക്ക് അവരുടെ പിഞ്ചോമനകളെ നഷ്ടപ്പെട്ടു. ഒരുപാട് കുഞ്ഞു മക്കൾക്ക്, നിങ്ങളുടെയൊക്കെ പ്രായമുള്ള മക്കൾക്ക് അവരുടെ ഉപ്പയെയോ ഉമ്മയെയോ ഒക്കെ നഷ്ടപ്പെട്ടു. ആ സമയത്ത് അവർ കരയുന്ന ഭാഷയ്ക്ക്, അവരുടെ സങ്കടങ്ങൾ വിളിച്ചു പറയുന്ന ഭാഷ അതൊരിക്കലും ഇംഗ്ലീഷോ മറ്റ് വിദേശ ഭാഷകളോ ആയിരിക്കില്ല. പകരം ആ വേദന മുഴുവനും പുറത്തേക്ക് വരണമെങ്കിൽ അത് പുറത്തേക്ക് ഒഴുകുന്നത് ആ സമയത്ത് എല്ലാ മറുഭാഷകളും മറന്ന് സ്വന്തം ഭാഷയിൽ താൻ ജനിച്ചു വീണ തൻ്റെ മലയാള ഭാഷയിലായിരിക്കും ആ അമ്മമാരും മക്കളും വാവിട്ട് കരയുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് വരുന്ന ഹൃദയവികാരത്തെ, മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്നും വരുന്ന വികാരത്തെ വെളിപ്പെടുത്താൻ ശക്തി ഉണ്ടാകുന്നത്
ഏത് ഭാഷയ്ക്കാണ്? മലയാള ഭാഷയ്ക്ക്, അല്ലെങ്കിൽ നമ്മൾ ജനിച്ചു വളരുന്ന നാട്ടിലെ ഭാഷയ്ക്ക് മാത്രമാണ്. ഇവിടെ കവി മലയാള ഭാഷയാണ് ഉദ്ദേശിക്കുന്നത്. നേരോർത്താലിപ്പരഭാഷാ വ്യവഹാരം. നേരോർത്താൽ ശരിയായ രീതിയിൽ ഓർക്കുകയാണെങ്കിൽ പരഭാഷാ വ്യവഹാരം. അന്യഭാഷ, പരഭാഷ അന്യഭാഷ, അന്യഭാഷാ വ്യവഹാരം. അന്യഭാഷയെ അദ്ദേഹം ഉപയോഗിക്കുന്നതിന് അദ്ദേഹം പറയുന്നത് ഒരു കച്ചവടം, വ്യവഹാരമാണ്, ഒരു കച്ചവടത്തിൻ്റെ ഭാഗമാണ്. നമുക്ക് ജീവിതത്തിൻ്റെ നിത്യവൃത്തിക്ക് വകയുണ്ടാക്കാൻ വേണ്ടി നിർബന്ധിതമായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടി വരികയാണ് അന്യഭാഷ. അതുകൊണ്ട് തന്നെ അതൊരു കച്ചവടത്തിന് തുല്യമാണ്. അപ്പോൾ നേരോർത്താൽ, ശരിയായ രീതിയിൽ ഓർക്കുകയാണെങ്കിൽ അന്യഭാഷയുടെ ഈ വ്യവഹാരം, ഈ ഉപയോഗം എങ്ങനെയാണ്? ചോറു വിൽക്കുന്നിടത്തുണ്ണലത്രേ. ചോറ് വിൽക്കാൻ വെച്ചിടത്ത് പോയി ഉണ്ണുന്നതിന് തുല്യമാണ്. എവിടെയാണ് ചോറ് വിൽക്കാൻ വെക്കുന്നത്? ഹോട്ടലിലാണ്. ഹോട്ടലിൽ പോയി പണം കൊടുത്ത് ഭക്ഷണം വാങ്ങിക്കഴിക്കുമ്പോൾ മനസ്സിന് എന്ത് തൃപ്തിയാണ് ഉണ്ടാകുന്നത്? നമ്മുടെ വീട്ടിൽ അച്ഛനും അമ്മയും മക്കളും ഒരുമിച്ച് അവർ സന്തോഷത്തോടെ പാകം ചെയ്ത് എല്ലാവരും കൂടെ ഒരുമിച്ച് കളിതമാശകൾ പറഞ്ഞ് ഭക്ഷണം കഴിക്കുന്ന ആ ഒരു തൃപ്തി നമ്മൾ എവിടെയെങ്കിലും പോയി ഒരു ഹോട്ടലിൽ ചെന്ന് കുറച്ച് പണം കൊടുത്ത് ഭക്ഷണം വാങ്ങിക്കഴിച്ചാൽ കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ചോറ് വിൽക്കുന്നിടത്ത് ചെന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു തൃപ്തി മാത്രമേ, ഒരു ദിവസമൊക്കെ കൊതിക്ക് പുറത്തു നിന്ന് കഴിക്കുമ്പോൾ നല്ല രസമായിരിക്കും. പക്ഷേ അത് നിത്യവും പുറത്തു നിന്ന് കഴിക്കേണ്ടി വരുന്നവർക്ക് വളരെ വിഷമമാണ്. സ്വന്തം വീട്ടിലേക്ക് ഓടി വന്ന് വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കാൻ വളരെ കൊതിയായിരിക്കും. വിദേശത്തൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ അറിയാം, അവർ നാട്ടിൽ വരുമ്പോൾ അവർക്ക് വീടിനകത്തുണ്ടാക്കിയ ഉപ്പയും ഉമ്മയും ഉണ്ടാക്കിയ കറികളും മറ്റ് ഭക്ഷണങ്ങളും അതുപോലെ നമ്മുടെ നാട്ടിൻപുറത്ത് കിട്ടുന്ന പഴങ്ങളും ഒക്കെ കഴിക്കാൻ എന്തൊരു കൊതിയായിരിക്കും. അപ്പോൾ പുറത്ത് ചോറ് വിൽക്കുന്നിടത്ത് ഉണ്ണുന്നത് അവർക്ക് മടുത്തുപോയി. ആ ഒരു തൃപ്തി തന്നെ അന്യഭാഷ കുറേ കാലം ഉപയോഗിച്ചാൽ നമുക്കും വരുന്നുള്ളൂ. അത് മാത്രം ഉപയോഗിച്ചാൽ, അത് കുറേ കാലം ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, നമ്മുടെ ആവശ്യമാണ്. പക്ഷേ നമ്മുടെ മനസ്സിന് തൃപ്തി വരാൻ വേണ്ടി, നമ്മുടെ വികാരങ്ങളെ നമുക്ക് ശക്തിയായിട്ട് പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ ഭാഷയെയും മലയാള ഭാഷയെയും കൈവിടാതെ കൂടെ കൊണ്ടുപോകണം. ചെമ്മേ സ്വഭാഷയിൽ സംസാരിക്കുന്നതാ നമ്മ വിളമ്പിത്തരുന്ന ഭോജ്യം. ചെമ്മേ സ്വഭാഷയിൽ, നമ്മൾ നമ്മുടെ സ്വന്തം ഭാഷയിൽ സംസാരിക്കുന്നതാണ് അമ്മ, നമ്മളെ പ്രസവിച്ച് വളർത്തുന്ന അമ്മ നമുക്ക് വിളമ്പിത്തരുന്ന ഭോജ്യം, ഭക്ഷണം. ആ ഭക്ഷണം കഴിക്കുന്ന സ്വാദാണ് നമ്മൾ നമ്മുടെ മലയാള ഭാഷയിൽ അല്ലെങ്കിൽ സ്വന്തം ഭാഷയിൽ നമ്മൾ നമ്മുടെ വികാരങ്ങൾ പുറത്തേക്ക് ഒഴുക്കുന്നത്. എൻ മകനേതു വിദേശത്തു വാഴ്കിലും നിന്മനക്കാമ്പിലി ഓർമ്മ വേണം. അപ്പോൾ ആ അച്ഛൻ തൻ്റെ കുഞ്ഞു മക്കളോട് പറയുകയാണ്, തൻ്റെ കുഞ്ഞു മകനോട് മടിയിലിരുത്തിക്കൊണ്ട് എന്താണ് പറയുന്നത്? എൻ്റെ മകൻ ഏത് വിദേശത്ത്, അത് യൂറോപ്യൻ കൺട്രീസ് ആയിക്കോട്ടെ ഗൾഫ് കൺട്രീസ് ആയിക്കോട്ടെ, നമ്മൾ എവിടെ പോയി ഏത് വിദേശത്ത് സ്വന്തം ഭക്ഷണത്തിന് വകയുണ്ടാക്കാനോ അല്ലെങ്കിൽ ഉയർന്ന പഠനത്തിനോ ഒക്കെ പോയി അവിടുത്തെ ഭാഷകൾ അനായാസേന കൈകാര്യം ചെയ്യാൻ പഠിച്ച് വളരെ വൃത്തിയായിട്ട് അവിടെ എല്ലാ നാട്ടിലും നമ്മൾ ഉന്നതയിൽ, നല്ല ഉന്നമനത്തിൽ അവിടെ കഴിയുമ്പോഴും ഏത് രീതിയിലും അവിടെ കഴിഞ്ഞു പോയാലും നിന്മനക്കാമ്പിൽ, നിൻ്റെ മനസ്സിൻ്റെ ഉൾത്തട്ടിൽ ഈ ഓർമ്മ വേണം. എന്തോർമ്മയാണ്? എന്നുടെ ഭാഷ താൻ എൻ തറവാട്ടമ്മ. എൻ്റെ സ്വന്തം വീട്ടിലെ, എൻ്റെ നാട്, എൻ്റെ വീട്, ആ വീടിനകത്തിരിക്കുന്ന എൻ്റെ അമ്മ, എൻ്റെ ഭാഷയും അതുപോലെയാണ്. മറ്റു ഭാഷകളൊക്കെ ഞാൻ കൈകാര്യം ചെയ്യുമ്പോഴും മറക്കാതെ എഴുതാനും വായിക്കാനും പറയാനും ഞാൻ എൻ്റെ ഭാഷ കൂടി എപ്പോഴും മനസ്സിലുണ്ടാകണം. കാരണം എൻ്റെ നാട്ടിൽ, എൻ്റെ വീട്ടിൽ അകത്തിരിക്കുന്ന എൻ്റെ അമ്മ, എൻ്റെ തറവാട്ടിലെ എൻ്റെ അമ്മയ്ക്ക് തുല്യമാണ് എൻ്റെ ഭാഷ. അന്യയാം ഭാഷ വിരുന്നുകാരി. മറ്റു ഭാഷകളൊക്കെ വിരുന്നുകാരെ പോലെയാണ്. നമ്മൾ ആവശ്യത്തിന് ഉപയോഗിക്കുന്നു, അത് കഴിയുമ്പോൾ നമ്മൾ ഒഴിവാക്കുന്നു.
പക്ഷേ നമ്മുടെ ഹൃദയവികാരങ്ങളെ ശക്തിയായിട്ട് പുറത്തേക്ക് കാണിക്കാൻ, നമ്മുടെ മനസ്സിൻ്റെ വിഷമങ്ങളും വേദനകളും സന്തോഷവുമൊക്കെ അതേപടി പകർത്താൻ നമുക്ക് നമ്മുടെ സ്വന്തം ഭാഷ വേണം. നമ്മൾ എത്ര അമ്മമാരോട് പരിചയപ്പെട്ടാലും, എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ചാലും, എത്ര പേരുമായിട്ട് നമ്മൾ ഇടപഴകിയാലും പ്രസവിച്ച അമ്മയോടുള്ള സ്നേഹം മറ്റമ്മമാരോട് വരില്ല. അതുകൊണ്ട് തന്നെ അതേ കാരുണ്യത്തോടെ അതേ രീതിയോടെ നമ്മൾ സ്വന്തം ഭാഷയെയും കാണണം. ഇതാണ് കവി ഈ കവിതയിലൂടെ നിങ്ങൾക്ക് നൽകുന്ന ഉപദേശം. ഇനി ഇത് പറഞ്ഞു തന്നതുകൊണ്ട് നിങ്ങളാരും നാളെ മുതൽ ഇംഗ്ലീഷ് പഠിക്കില്ലെന്നോ അറബി പഠിക്കില്ലെന്നോ തീരുമാനം എടുക്കരുത്. നമുക്കതൊക്കെ വളരെ അത്യാവശ്യമാണ്. ആധുനിക കാലത്ത് നിങ്ങളുടെ ജീവിതത്തിനും നിങ്ങൾക്ക് ജോലി കിട്ടാനും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ മുന്നോട്ടുള്ള പോക്കുകളിലും ഒരുപാട് ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം. അപ്പോൾ അതൊരിക്കലും കൈവിടരുത്. നല്ല ഭാഷാ പ്രാവീണ്യം എല്ലാ ഭാഷയിലും ഉണ്ടാകണം. ഒപ്പം നിങ്ങൾ ജനിച്ചു വളർന്ന ഈ നാട്ടിലെ നിങ്ങളുടെ സ്വന്തം ഭാഷയായ മലയാളം എഴുതാനും വായിക്കാനും പറയാനും ഒരിക്കലും തെറ്റുകൂടാതെ ചെയ്യാൻ നിങ്ങൾ ഒരേപോലെ പ്രാപ്തരായിരിക്കണം. എല്ലാ ഭാഷയിലും ഒരുപോലെ പ്രാവീണ്യമുണ്ടായിരിക്കണം, കഴിവുണ്ടായിരിക്കണം. ഇതാണ് ഈ കവിതയിലൂടെ നിങ്ങൾക്ക് നൽകുന്ന ആശയം. അപ്പോൾ ഈ കവിത ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾക്ക് വേണ്ടി ചൊല്ലിക്കേൾപ്പിക്കാം. ഓക്കെ. അമ്മിഞ്ഞ പാലോലും ചോരിവാ കൊണ്ടാദ്യം അമ്മയെ തന്നെ വിളിച്ച കുഞ്ഞേ, മറ്റൊരു മാതാവു കൂടിയുണ്ടെൻ മകനുറ്റ വാത്സല്യമോ ഡോമനിപ്പാൻ. തന്മടിത്തട്ടേലിരിക്കും കിടാവിൻ്റെ കമ്രമാം കൂന്തലിൽ കൈ നടത്തേ, ചെമ്മലർ ചുണ്ടത്തും പിഞ്ചൂക്ക വീളത്തും ഉമ്മ വെച്ചൻ തുടർന്നു ചൊല്ലി. ഈ അമ്മ നാൾ തോറും ലാളിച്ചു നിന്മണി വായിലൊഴുക്കുന്നു പാലും തേനും. ആ നിജഭാഷയാം അമ്മയോ മാധുര്യമാർന്ന സൂക്തങ്ങളെ തൂകിടുന്നു. എത്ര വിദേശ ഭാഷാഭിജ്ഞാനാകിലും മർത്യന്നു തൻ ഭാഷയൊന്നുകൊണ്ടേ ശക്തിയുണ്ടായി വരൂ ശക്തിമത്താകിയ ഹൃദ്വികാരത്തെ വെളിപ്പെടുത്താൻ. നേരോർത്താലിപ്പര ഭാഷാവ്യവഹാരം ചോറു വിൽക്കുന്നിടത്തുണ്ണലത്രേ. ചെമ്മേ സ്വഭാഷയിൽ സംസാരിക്കുന്നതാ നമ്മ വിളമ്പി തരുന്ന ഭോജ്യം. എൻ മകനേതു വിദേശത്തു വാഴ്കിലും നിന്മനക്കാമ്പിലി ഓർമ്മ വേണം. എന്നുടെ ഭാഷ താൻ എൻ തറവാട്ടമ്മ അന്യയാം ഭാഷ വിരുന്നുകാരി. ഓക്കെ. അപ്പോൾ ഈ കവിത നന്നായിട്ട് വായിക്കാൻ പഠിക്കുക. ഓക്കെ. കാണാതെ പഠിക്കേണ്ട വരികളൊക്കെ ഉണ്ട്, അത് പറഞ്ഞു തരാം, അതും നിങ്ങൾ മനസ്സിലാക്കുക. ബാക്കി എന്തൊക്കെയാണോ അടുത്ത പഠന പ്രവർത്തനങ്ങൾ അത് അടുത്ത ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ. താങ്ക് യു ഫോർ